ഹായ്, SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വ്യക്തികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ നമുക്കത് എന്തൊക്കെയാണ് കാണാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളെ മറ്റൊരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട്, അതായത് നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട്, അവരുടെ ലൈഫിൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോയിന്റ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഈ രീതിയിൽ ആരെങ്കിലും നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. സോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കാതിരിക്കാം. ചിലരുണ്ട് കുറച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് ബാക്കി കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും കണ്ടത് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ സൈനുകൾ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അറ്റൻഷന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ മുമ്പിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ അവരെ നിങ്ങളെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ സ്നേഹം എങ്ങനെയാണ് നിങ്ങളിലേക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളുകളെ കുറച്ചുകൂടി കെയർ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ സ്നേഹം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറെ കൂടി നിങ്ങൾ പ്രയത്നിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ സെയിം സംഭവം നിങ്ങൾ മറ്റൊരു പേഴ്സണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടും നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് കാണാനായിട്ട് കഴിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ നല്ല അടിപൊളി ക്ലാഷ് ആയിട്ടൊക്കെ ഉണ്ട്, അതായത് രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സന്റെ ഭാഗത്തു നിന്നായിരിക്കും. അതായത് അവരെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അവരായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ പോയിട്ട് അതിന് സോറി പറയുകയാണ്. മീൻസ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പഴയ പോലെ തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കൂടുതലായിട്ട് പ്രശ്നം വഷളായി പോവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ പോയി സോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കാം എപ്പോഴും ചെയ്യണ്ടാവുക. രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാവും എപ്പോഴും പോയിട്ട് സോൾവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എന്താ പറയാ ഒത്തുതീർപ്പാക്കിയിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു പ്രശ്നത്തിലും നിങ്ങളാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കാം ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഓരോ പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്, അവരെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്ന മറ്റൊരു സൈൻ, നമ്മുടെ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ആയി നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കാൻ, അതായത് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ മെസ്സേജ് വരാം, കോൾ വരാം. അത് ഏത് രീതിയിലാവാം. ചിലപ്പോൾ ഇൻസ്റ്റാ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ആയിരിക്കാം, വീഡിയോ കോൾ ആയിരിക്കാം, നോർമൽ കോൾ ആയിരിക്കാം, എങ്ങനെ ആവാം. അതുപോലെ മെസ്സേജ്, ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉണ്ടാവും. ഞാൻ വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്ത് നിന്ന് പോകുമോ, ഇങ്ങനൊരു പേടി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഈ ഒരു പേടി വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ വ്യക്തി എനിക്ക് വേണം, മീൻസ് എൻ്റെ ലൈഫിൽ അവർ വേണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. സോ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പോകുമോ, പോയാൽ എന്ത് ചെയ്യും എന്നൊരു പേടി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ, അതായത് അവരെ കോൺസ്റ്റന്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കാൻ, മെസ്സേജ് അയക്കാനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഒരു ടൈം, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ തിരക്കുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പരസ്പരം വിളിക്കാനും സംസാരിക്കാനും ഒന്നും പറ്റാതിരിക്കുന്ന ആ ഒരു ടൈം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൗന്ദര്യപ്പിണക്കത്തിലൊക്കെ ആയിരിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിരിക്കാം. സോ ഇത്തരത്തിൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന സമയത്തും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. മീൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ എടുത്ത് അതിൽ അവരിട്ടിരിക്കുന്ന ഓരോ പോസ്റ്റുകളും, അല്ലെങ്കിൽ ചുമ്മാ ചിലപ്പോൾ അതിൽ പോസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ചുമ്മാ ഇൻസ്റ്റ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ
ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനൊന്നും പറ്റുന്നില്ല. സോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അതായത് അവർ ചിലപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരിക്കാം, അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ചിലപ്പോൾ അത് അവരെവിടെയെങ്കിലും പോയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. സോ അവരെവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. മീൻസ് നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ വ്യക്തിയെ എപ്പോഴും കൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് ഡിപ്രസ്ഡ് ആവുക. അതായത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരിക. ഈ രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ചില ആളുകളുണ്ട്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ചെറുതായിട്ടും ദേഷ്യപ്പെട്ടാൽ മതി, ആ ദേഷ്യം മുഴുവൻ നമ്മൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ തീർക്കും, അല്ലെങ്കിൽ അടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടൊക്കെ തീർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചെറിയൊരു പിണക്കം പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെപ്പോഴും നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ബിഹേവിയർ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരിക്കുക. സോ ഇത്തരത്തിൽ ആ വ്യക്തി നിങ്ങളോട് ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ചെറിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുകയാണ്. ഈ പറയുന്ന രീതിയിലൊക്കെ ഒരു പെരുമാറ്റമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സും കേട്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ വ്യക്തിയെ ശരിക്കും ഇഷ്ടമാണോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് തോന്നുന്ന അട്രാക്ഷൻ ആണോ എന്നുള്ളതൊക്കെ. ഇപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ട് നമുക്ക് പ്രണയമുള്ള ആളാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ടോപ്പിക്കിലാണെന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങൾ പ്രണയിക്കുന്ന ആളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. ഇപ്പം നമുക്ക് ചില ആളുകളുണ്ട് ഫ്രണ്ട്സിനോട് വളരെയധികം ഇഷ്ടം തോന്നുന്ന, അവരെപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പറ്റുന്നൊരു വീഡിയോ ആണിത്. ഒരിക്കലും ഇത് പ്രണയിക്കുന്ന ആളുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അല്ല. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എനിക്ക് നീ ഇങ്ങനെയാണെന്നുള്ളത് അങ്ങോട്ട് പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അധികം അങ്ങോട്ട് ക്ലാഷും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്